സമാദരണീയരായ എല്ലാ സദസ്യർക്കും ആദരവോടെ പ്രണാമങ്ങൾ. ഇങ്ങനെ ഒരു വേദി നമ്മൾ ഇതിനു മുൻപും പലതവണ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. യോഗക്ഷേമ സഭയുടെ ഇത്തരമൊരു വേദി എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയതുമല്ല. ഇന്ന് ഇന്നത്തെ വിഷയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇങ്ങനെ ഒരു പരശുരാമ ജയന്തി ആഘോഷത്തെക്കുറിച്ചും ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കണമെന്നും നമ്മൾ പരസ്പരം ആലോചിച്ച് തീരുമാനിച്ചത്. പരശുരാമ ജയന്തി ആഘോഷം പൊതുവെ യോഗക്ഷേമ സഭയിലല്ലാതെ മറ്റൊരിടത്തും നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല. എപ്പോഴും നാരട്ടൻ പറഞ്ഞതുപോലെ മനസ്സിൽ ആലോചിക്കുമ്പോൾ ഭാരതത്തിൻ്റെ സനാതനമായ ധർമ്മത്തെ നിലനിർത്തുന്നതിന് 2 പദ്ധതികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, അറിവിനെ, ശുദ്ധമായ ജ്ഞാനത്തെ അതിൻ്റെ തികഞ്ഞ സമ്പ്രദായ ശുദ്ധിയോടുകൂടി അറിവിനെ സംരക്ഷിക്കുന്ന ഒരു ജ്ഞാന സംരക്ഷണ പദ്ധതി. മറ്റൊന്ന്, ഈ സംസ്കാരത്തെ എന്തു വില കൊടുത്തും നിലനിർത്തുന്നതിന് നേരത്തെ ആ കവിതയിൽ ചൊല്ലിയതുപോലെ അധർമ്മത്തെ എങ്ങനെയും ചെറുക്കുന്നതിന് ആയുധമെങ്കിൽ ആയുധം, അങ്ങനെ ഈ സംസ്കാരത്തെ സംരക്ഷിക്കണം എന്ന സങ്കല്പത്തിൽ രൂപപ്പെട്ടു വന്ന മറ്റൊരു വഴി. ഇത് രണ്ടും സംസ്കാരത്തിന്റെ സംരക്ഷണത്തിനുള്ള 2 പൂരകങ്ങളായ മാർഗങ്ങളായിരുന്നു. നമുക്കറിയാം, അഖാഡകളൊക്കെ രൂപപ്പെട്ടു വന്നത് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ്. ആയുധം കയ്യിലെടുത്ത സന്യാസിമാർ എന്ന സംസ്കാരമൊക്കെ രൂപപ്പെട്ടു വന്നത് സംസ്കാരത്തെ, സനാതനധർമ്മത്തെ സംരക്ഷിക്കുന്നത് അനിവാര്യമാകുന്ന ഘട്ടത്തിൽ അധർമ്മത്തിനെതിരെ ആയുധമെടുത്തും പോരാടേണ്ടതുണ്ട്. അറിവ് കൊണ്ട് പോരാടേണ്ടതുണ്ട്, ബുദ്ധി കൊണ്ട് പോരാടേണ്ടതുണ്ട്, ശക്തി കൊണ്ടും പോരാടേണ്ടതുണ്ട് എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. പരശുരാമ ജയന്തി ആഘോഷ ദിവസത്തിൽ നാം അദ്ദേഹത്തിൻ്റെ കേട്ടുപഴകിയ, നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ധാരാളം കഥകളുണ്ട്. കുട്ടിക്കാലം മുതലേ നമ്മുടെയൊക്കെ ഉള്ളിൽ പരശുരാമ സ്മരണ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന എല്ലാ ജാഡ്യവും ഇല്ലാതാവുകയും ഉള്ളിലൊരു അഗ്നി ജ്വലിപ്പിക്കാൻ കഴിയുന്ന ഒരു സാന്നിധ്യം പരശുരാമ സ്മൃതിയിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഉപാസനയാണോ ചെയ്യുന്നത് ആ ഉപാസനാഭാവം നമ്മളിലേക്ക് സ്വാംശീകരിക്കും എന്ന് പറഞ്ഞതുപോലെ പരശുരാമ സ്മൃതി തന്നെ അധർമ്മത്തിനെതിരെ ഏറ്റവും ഉന്നതമായ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം ഭീഷണമായ വെല്ലുവിളികളെ നേരിടുന്ന സന്ദർഭങ്ങളിലൊക്കെ അധർമ്മത്തിനെതിരെ ശക്തമായി പോരാടേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന വലിയൊരു ധർമ്മബോധമാണ് പരശുരാമ സങ്കല്പം നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് നിറയ്ക്കുന്നത്. കേരളത്തിൻ്റെ കഥയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പരശുരാമന്റെ കേരള നിർമ്മിതി എന്ന ഒരു കഥ നമ്മുടെയൊക്കെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. ആ സങ്കല്പത്തെ അതിൻ്റെ ശാസ്ത്രീയമായ യുക്തികൾ വെച്ചൊക്കെ അപഗ്രഥിക്കാനല്ല ഞാൻ മെനക്കെടുന്നത്. ചട്ടമ്പിസ്വാമികൾ പരശുരാമൻ കേരള നിർമ്മിതിയെ കുറിച്ചുള്ള ചിന്തയെ ശക്തമായി എതിർത്തിട്ടുമുണ്ട്. പക്ഷേ പരശുരാമൻ നിർമ്മിച്ചെടുത്ത കേരളം എന്ന ഒരു സങ്കല്പത്തിന് പിന്നിൽ ഒരു ഭാവാത്മകമായ ആശയമുണ്ട് എന്ന് തിരിച്ചറിയുക മാത്രമാണ് നാം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, നവകേരളത്തെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ആ സൃഷ്ടി, ഒരു രാജ്യത്തെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ പണിക്കുറ്റങ്ങളും തീർത്തുകൊണ്ട് അവിടുത്തെ ജനതയെ വാസയോഗ്യമായ രീതിയിൽ, അത് ഭൗതികമായും ആത്മീയമായും സാംസ്കാരികമായും സാമൂഹ്യമായും ഒരു വ്യക്തിക്ക് നിലനിൽക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് സൃഷ്ടിച്ചെടുക്കുക എന്നതിലൂടെ അവിടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളം പോലെ ഒരു ഭൂവിഭാഗത്തെ സാംസ്കാരികമായി ഇവിടെ നിലനിൽക്കാൻ, ഒരു മനുഷ്യന് ജീവിക്കാൻ തക്ക സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കുക,
സാംസ്കാരിക അന്തരീക്ഷം ഉണ്ടാക്കുക, ധാർമ്മിക അന്തരീക്ഷം ഉണ്ടാക്കുക, ആധ്യാത്മിക അന്തരീക്ഷം ഉണ്ടാക്കുക. അവന്റെ മണ്ണ് മലിനമാകാതെ, അവന്റെ ഭൂമി മലിനമാകാതെ, ജലം മലിനമാകാതെ, പാരമ്പര്യം മലിനമാകാതെ, സംസ്കാരം മലിനമാകാതെ ഒരു നാടിനെ ശുദ്ധീകരിച്ചെടുക്കുക എന്ന വലിയൊരു പ്രക്രിയയാണ് പരശുരാമ സങ്കല്പത്തിലൂടെ നാം തിരിച്ചറിയേണ്ടത്. ക്ഷത്രിയന്മാരോടുണ്ടായിരുന്ന അങ്ങേയറ്റത്തെ വിരോധം ആ തലമുറയെ മുഴുവനും ഇല്ലായ്മ ചെയ്തു എന്ന കഥയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അത് കൃത്യമായി ഒരു ആശയത്തിന്റെ പ്രതീകമാണ് പരശുരാമൻ എന്ന സങ്കല്പം എന്ന് നമുക്കറിയാം. നമ്മൾ ചിരഞ്ജീവികളെയൊക്കെ പറയുമ്പോൾ ഓരോ ചിരഞ്ജീവി ഭാവവും ഓരോ ആശയത്തിന്റെ പ്രതീകമാണ് നമ്മൾ പറയും. വ്യാസൻ ജ്ഞാനം എന്ന ആശയത്തിന്റെ പ്രതീകമാണ്. അശ്വത്ഥാമാവ് പക എന്ന ആശയത്തിന്റെ പ്രതീകമാണ്. ഇതുപോലെ പരശുരാമൻ എന്നത് ഒരു വ്യക്തി എന്നതിനപ്പുറം, വ്യക്തി എന്ന ഭാവം അദ്ദേഹത്തിനുണ്ട്, പക്ഷെ വ്യക്തി എന്ന ഭാവത്തിനപ്പുറം ഭാർഗവരാമൻ എന്ന സങ്കല്പം ഒരു നവീകരണത്തിന്റെ, ജാഡ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തെ, ജഡതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ടത് രാജാക്കന്മാർ അനീതിയിലേക്ക് പോകുമ്പോഴാണ്. നേതൃത്വം അനീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നേതൃത്വം ഒരു രാജ്യത്തെ ധാർമ്മികമായി നയിക്കേണ്ട നേതൃത്വം അനീതിക്കും അധർമ്മത്തിനും സ്വജനപക്ഷപാതത്തിനും അടിമപ്പെടുന്ന ഒരു കാലത്ത് പരശുരാമൻ എന്ന പ്രതീകം സർവകാല പ്രസക്തമായ ഒരാശയമായി മാറുന്നു. അത് ആധുനിക കാലത്ത് ആലോചിച്ചു നോക്കൂ. ആധുനിക കാലത്തും പരശുരാമൻ എന്ന പ്രതീകം പ്രസക്തമാകുന്നത് രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുന്ന രാഷ്ട്രത്തിന്റെ നേതൃസ്ഥാനത്തുള്ളവർ, അത് രാജാക്കന്മാരായാലും ആധുനിക വ്യവസ്ഥയിലായാലും, എപ്പോഴൊക്കെ അവർ അധർമ്മത്തിന് കീഴ്പ്പെടുന്നുവോ അപ്പോൾ പരശുരാമന്റെ ഉയർന്നു ഈ നാടിനെ മുന്നോട്ട് നയിച്ചിരുന്ന ഭരണാധിപ തലമുറയെ അധർമ്മമില്ലാതാകുന്നത് വരെ ആ വാൾ ഉയർന്നു തന്നെ ഇരുന്നിരുന്നു. അപ്പോ പരശുരാമന്റെ കേരള സൃഷ്ടി എന്ന് പറയുന്ന ആശയവും, പരശുരാമന്റെ അധർമ്മത്തിനെതിരെ വാളെടുക്കുന്നു എന്ന് പറയുന്ന ആശയവും ഒരു കഥയ്ക്കപ്പുറം ഒരു രാഷ്ട്രം എന്നും, ഒരുപക്ഷെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്, ആധുനിക കാലത്ത് ഭാരതവും കേരളവും ഒക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പരശുരാമന്റെ വാള്. അധർമ്മത്തിന് എതിരെയുള്ള ഈ വാള് നമ്മുടെ സംസ്കാരത്തിന് മുകളിൽ എന്നും ഉയർന്നു തന്നെ ഇരിക്കും. ഈ ഉയർന്നു നിൽക്കുന്ന അഭിമാനം സംരക്ഷിക്കുന്ന, ഒരു നാടിന്റെ അഭിമാനം സംരക്ഷിക്കുന്ന, ഒരു സംസ്കാരത്തിന്റെ അഭിമാനം സംരക്ഷിക്കുന്ന ഈ വാളാണ് വാസ്തവത്തിൽ പരശുരാമൻ എന്ന സങ്കല്പം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. നമുക്കൊരിക്കലും ഒരു വളരെ ശാന്തമായ ഭാവത്തോടു കൂടി പരശുരാമനെ ഓർക്കാൻ പറ്റില്ല. നമ്മുടെ കലാരൂപങ്ങളൊക്കെ പരശുരാമനെ ചിത്രീകരിച്ചിരിക്കുന്നത് ഓർക്കും. പരശുരാമൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് പ്രത്യേകിച്ച് മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് കഥകളിയിലെ പരശുരാമനെയാണ്. രാമൂട്ടി അരശാനൊക്കെ ഗംഭീരാക്കിയിട്ടുള്ള പരശുരാമനാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത്, അല്ലെ? പരശുരാമൻ ഇങ്ങനെ പൊങ്ങിച്ചാടുന്ന സീതാസ്വയംവരത്തില് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അഭ്യാസത്തിന്റെ മികവ് അരങ്ങത്ത് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു രംഗം കൂടിയാണ് നമ്മൾ പരശുരാമനിലൂടെ കണ്ടിട്ടുള്ളത്. അപ്പോ നമ്മുടെ ദൃശ്യകലകൾ പരശുരാമനെ ആവിഷ്കരിച്ചത്, നമ്മുടെ കാവ്യസാഹിത്യം പരശുരാമനെ ആവിഷ്കരിച്ചത് ഒക്കെ ഈ ഒരു അധർമ്മം വരുമ്പോൾ ഭരണാധിപന് നേരെ ഉയരുന്ന ഋഷി പരമ്പരയുടെ ചോദ്യമാണ് പരശുരാമൻ. ഈ നാടിന് ചോദിക്കാനും പറയാനും ആളുണ്ട്. ഈ നാടിനെ സാംസ്കാരികമായി അങ്ങ് അധപ്പതിപ്പിക്കാമെന്ന് ഭരണാധിപവർഗം കരുതുന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാൻ ആർഷമായ ഋഷി പാരമ്പര്യമുണ്ട്. ഇത് ആചാര്യസ്വാമികളുടെ മണ്ണിൽ നിന്നുകൊണ്ട് നാം തിരിച്ചറിയണം. ശങ്കരാചാര്യസ്വാമികളുടെ സ്മരണ ഉയർന്നു നിൽക്കുന്ന സ്വാമിയാർമാരുടെ അനുഗ്രഹമുള്ള ഈ മണ്ണിൽ നിന്നുകൊണ്ട് നാം തിരിച്ചറിയണം, ഇവിടെ സനാതനധർമ്മത്തിന്
നമ്മുടെ വിശ്വാസങ്ങൾക്ക്, നമ്മുടെ പാരമ്പര്യത്തിന് എപ്പോഴൊക്കെ ക്ഷയമുണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിച്ചത് ഇവിടുത്തെ ഋഷി പരമ്പരയായിരുന്നു മുന്നിൽ നിന്നിരുന്നത്. ശങ്കരാചാര്യസ്വാമികൾ നടത്തിയതും അത്തരത്തിലുള്ള ഒരു വളരെ ഗൗരവമായ പ്രവർത്തനമാണ് ഭാരതത്തിന്റെ സാംസ്കാരിക ഇടത്ത് ശങ്കരാചാര്യർ നടത്തിയത്. അത് ജ്ഞാനം കൊണ്ടുള്ള നവീകരണമായിരുന്നു. വേദാന്ത ദർശനത്തിന്, വേദദർശനത്തിന് കൃത്യമായ രൂപരേഖകൾ നൽകിക്കൊണ്ട്, അടിത്തറ നൽകിക്കൊണ്ട്, ജ്ഞാന സമ്പ്രദായത്തിൽ ഭാരതത്തിലെ ഓരോ വിദ്യാകേന്ദ്രങ്ങളിലും കടന്നു ചെന്ന് അവിടെയൊക്കെ ആശയപരമായ സംവാദം കൊണ്ട് വേദദർശനം എന്താണ് എന്ന് ഉറപ്പിച്ചുവെങ്കിൽ ഈ ഋഷി പരമ്പര തന്നെയാണ് സനാതനധർമ്മത്തിന് എപ്പോഴൊക്കെ അധപ്പതനം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ മുന്നിൽ വന്നിട്ടുള്ളത്. നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു കഥ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും, വേനന്റെ കഥ. ഒരു രാഷ്ട്രത്തെ മുഴുവനും തൻ്റെതായ സ്വാർത്ഥതയ്ക്ക് വശപ്പെടുത്തി വേനൻ ദുർഭരണം നടത്തിയ ഒരു കഥ. വളരെ പ്രതീകാത്മകമായ കഥയാണത്. ദുർഭരണം നടത്തിയ വേനൻ എന്ന കഥാപാത്രം ശ്രീമദ് ഭാഗവതം എല്ലാ കാലത്തേക്കും മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രതീകമാണ്. വേനന്റെ ദുർഭരണത്തിന്റെ അവസാനം എന്താണ് സംഭവിച്ചത്? വേനന്റെ ദുർഭരണത്തിന് അവസാനം സംഭവിച്ചത് വേനൻ എന്ന ഭരണാധിപനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഋഷിമാർ ഇടപെട്ടു. വേനന്റെ തുട കടഞ്ഞിട്ട് അതിൽ നിന്നും പൃഥു എന്ന ധർമ്മചക്രവർത്തിയെ ഉൽപ്പാദിപ്പിച്ചെടുത്തു. അപ്പൊ ആർഷമായ ഇടപെടൽ എന്നത്, ഋഷിയുടെ ഇടപെടൽ എന്നത്, അത് ഭാരതത്തിന്റെ സംസ്കാരം എപ്പോഴൊക്കെ അധപ്പതനത്തിലേക്ക് പോകുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ ആർഷമായ ഋഷിയുടെ ഇടപെടൽ ഈ സംസ്കാരത്തിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ കാലം മുതൽ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ഞാൻ സംഭവിക്കുമെന്ന് അനിഷേധ്യമായി പ്രഖ്യാപിച്ച ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ധീരതയിൽ നിന്നാണ് ഈ സംസ്കാരം കരുത്താർജിക്കുന്നത്. അതുകൊണ്ട് സനാതന സംസ്കൃതി അങ്ങ് ഒരു ദിവസം ഇല്ലാതായി പോകുമെന്ന് നമ്മൾ ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ദധീചി മഹർഷിയുടെ പ്രതീകം, ഞാൻ ഇതിന്റെയൊക്കെ പാരമ്പര്യമായിട്ടാണ് പരശുരാമ പ്രതീകത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്. ദധീചി മഹർഷിയുടെ പാരമ്പര്യം നമുക്ക് എല്ലാവർക്കും അറിയാമത്. സമൂഹത്തിന് പൊതുശത്രുവായി, സമൂഹത്തിന് മുഴുവനും ഇന്ദ്രന്റെ ശത്രുവായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതീകാത്മകമായ അർത്ഥം എന്താണ്? മഴയെ കൊണ്ടുവരുന്നതാണ്, മഴ തരുന്നതാണ് ഇന്ദ്രൻ. ഭൂമിയിലേക്കുള്ള എല്ലാ ജലസ്രോതസ്സുകളെയും അടച്ചു വൃത്രൻ, അല്ലെ? ഇന്ദ്രശത്രു എന്ന് പറയുന്നത് കൊണ്ട് അത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഭൂമിയിലേക്കുള്ള ജലസ്രോതസ്സുകളെ ഇല്ലാതാക്കി ഭൂമിയെ നശിപ്പിക്കുവാനായി കരുതി പുറപ്പെട്ട ഒരു അധാർമിക ശക്തിയെ ഇല്ലാതാക്കുന്നതിന് ഭാരതം എക്കാലത്തും മുന്നോട്ട് വെക്കുന്ന വലിയൊരു പ്രതീകമാണ് ദധീചി മഹർഷിയുടെ നട്ടെല്ല്. വിശ്വംഭര മാഷിന്റെ വ്യാഖ്യാനമാണിത്. ഞാൻ മാഷിന്റെ മുമ്പിലിരുന്നാ ഇത് കേട്ടിട്ടുള്ളത്. ദധീചി മഹർഷിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാളുടെ നട്ടെല്ല് കൊണ്ട് ഒരു ആയുധം ഉണ്ടാക്കുക, ആ ആയുധം കൊണ്ടേ വൃത്രനെ വധിക്കാൻ പറ്റൂ. അങ്ങനെ ഒന്നുണ്ടാവൂ അല്ലെ? ഒരാളുടെ നട്ടെല്ല് കൊണ്ട് ഉണ്ടാക്കിയ ആയുധം കൊണ്ടേ മറ്റൊരാളെ വധിക്കാൻ പറ്റൂ എന്നൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് വളരെ കൃത്യമായി ഋഷി ഉപയോഗിച്ചിരിക്കുന്ന ഒരു സങ്കേതമാണ്. ഋഷി ഉപയോഗിക്കുന്ന ഭാഷയിലും ഋഷി ഉപയോഗിക്കുന്ന ദർശനത്തിലുമൊക്കെ ഒരു കൃത്യമായ ഗൂഢാർത്ഥത്തിൽ നിന്നേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നേരിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്ന ശൈലിയല്ല ഒരിക്കലും ഭാരതത്തിലെ ഋഷിമാർ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കഥ നിർമ്മിച്ചുകൊണ്ട് ഒരു മഹർഷിയുടെ, അതും ഏറ്റവും സാത്വികനായ തപസ്വിയായ ഒരു മഹർഷിയുടെ നട്ടെല്ല് വേണം എന്ന് പറയുമ്പോൾ ഭൗതികാർത്ഥത്തിൽ ആ വ്യക്തിയെ ഹനിച്ച് അദ്ദേഹത്തിന്റെ നട്ടെല്ല് ഊരിയെടുത്ത് ഒരായുധം ഉണ്ടാക്കുക എന്നതല്ല, മറിച്ച് മഹാത്മാഗാന്ധി എന്ന ആശയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി എന്ന് നമ്മൾ പറയും, അല്ലെ? ഇത് തന്നെ
തന്നെയാണ് ദധീചി മഹർഷിയുടെ കാര്യത്തിലും സംഭവിച്ചത്. സമൂഹത്തെ അധപ്പതനത്തിലേക്ക് നയിക്കുന്ന വൃത്രൻ എന്ന ഒരു സമൂഹ ശത്രുവിനെതിരെ സമൂഹ മനസ്സ് രൂപപ്പെട്ടു. അതിനൊരു നേതൃത്വം വേണം, അതൊരു നട്ടെല്ലുള്ള നേതൃത്വം വേണം നമുക്ക്. അപ്പൊ ആ നട്ടെല്ല് ഒരായുധമല്ല, ആ നട്ടെല്ല് ഒരാശയമാണ്. അപ്പോ വൃത്രനെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ട് സമൂഹത്തിലെ സുമനസ്സുകൾ മുഴുവനും ഒന്നിച്ചപ്പോൾ അതിന് ഒരു രൂപമുണ്ടായി. അതിനെ നയിക്കുവാൻ ഒരു ആർജവമുള്ള, കരുത്തുള്ള, ഋഷിയുടെ പ്രജ്ഞയുള്ള, ഒരു നട്ടെല്ലുള്ള ഒരു മഹർഷിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സമൂഹം വൃത്രനെതിരെ പോരാടുകയും വൃത്രാസുരനെ ജയിച്ചത് ദധീചിയുടെ നട്ടെല്ല് കൊണ്ടുണ്ടാക്കിയ വജ്രായുധമായിരുന്നു. ഞാൻ ഈ സന്ദർഭത്തില് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര വസ്തുത ഓർക്കുകയാണ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം പുരോഗമിക്കുന്ന കാലത്ത് ഭാരതത്തിന് സ്വന്തമായ ഒരു പതാകയുടെ സങ്കല്പം ഉണ്ടായി വന്ന കാലത്ത്, അക്കാലത്ത് ഭാരതത്തിൽ ഉണ്ടായിരുന്ന വിവേകാനന്ദ സ്വാമികളുടെ ശിഷ്യയായിരുന്ന ഭഗിനി നിവേദിത, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അയർലൻഡിൽ നിന്ന് വന്ന മാർഗരറ്റ് നോബിൾ എന്ന ഒരു ക്രിസ്ത്യൻ പാതിരിയുടെ മകളായിരുന്നു അവർ. അക്കാലത്ത് ബെർട്രൻഡ് റസലിനെ പോലെയൊക്കെയുള്ള പ്രഗത്ഭരായ ചിന്തകരോടൊപ്പം സംസാരിക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു മാർഗരറ്റ് നോബിൾ. അവരാണ് വിവേകാനന്ദ സ്വാമിയുടെ അത്ഭുതമായ പ്രതിഭയിൽ ആകൃഷ്ടരായി ഭാരതത്തിന്റെ സംസ്കാരം അറിയുവാൻ ഭാരതത്തിലേക്ക് വരികയും സിസ്റ്റർ നിവേദിത, ഭഗിനി നിവേദിതയായി മാറുകയും ഭാരതത്തിൽ ആദ്യമായി പെൺകുട്ടികൾക്ക് വേണ്ടി കൽക്കട്ടയിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചത് നിവേദിതയായിരുന്നു. നിവേദിതയുടെ മറ്റൊരു പ്രത്യേകത, അവരന്ന് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിലൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്നു. നിവേദിത നല്ലൊരു ചിത്രകാരി കൂടിയായിരുന്നു, ശാസ്ത്ര ബോധമുള്ള ആളായിരുന്നു, JC ബോസിന്റെ അടുത്ത സുഹൃത്തായിരുന്നു, സുബ്രഹ്മണ്യ ഭാരതിയുമായി വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സിസ്റ്റർ നിവേദിത. എന്തായാലും അവരൊരു നല്ല ചിത്രകാരി കൂടെയായിരുന്നു. ഭാരതത്തിന് സ്വന്തമായി ഒരു ദേശീയ പതാക രൂപകൽപ്പന ചെയ്യാൻ അവസരമുണ്ടായപ്പോൾ സിസ്റ്റർ നിവേദിത രൂപകൽപ്പന ചെയ്ത ഒരു ഭാരതത്തിന്റെ പതാകയുണ്ട്. ആ പതാകയിലെ ചിഹ്നം വജ്രായുധത്തിന്റെ ചിഹ്നമായിരുന്നു. അത് കേവലം ഒരു ആയുധത്തിന്റെ ചിഹ്നമല്ല, അതൊരു ഋഷിപ്രജ്ഞയുടെ ചിഹ്നമാണ് വജ്രായുധം എന്നത്. ഒരു ഋഷിയുടെ നട്ടെല്ലാണ്, നട്ടെല്ലുള്ള ഒരു ഋഷിയുടെ പ്രജ്ഞയാണ് ഈ രാജ്യത്തെ നയിക്കേണ്ടത് എന്ന രീതിയിലായിരുന്നു വജ്രായുധം വെച്ചുകൊണ്ട് അവർ ഭാരതത്തിന്റെ ദേശീയ പതാക രൂപപ്പെടുത്തിയത്. പക്ഷെ അത് അംഗീകരിക്കപ്പെടാതെ പോയി. നമുക്കിന്നുള്ള നമ്മുടെ ദേശീയ പതാകയാണ് അംഗീകരിക്കപ്പെട്ടത്. എന്നാലും സിസ്റ്റർ നിവേദിതയുടെ സങ്കല്പത്തിൽ ഇങ്ങനെ ഒന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പറഞ്ഞത്, ശങ്കരാചാര്യരുടെ പറഞ്ഞത്, പുരാണങ്ങളിൽ നിന്നും ദധീചി മഹർഷിയെ ഉദ്ധരിച്ചത്, വേനനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ധാർമ്മിക ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പൃഥുവിനെ നിർമ്മിച്ചെടുത്ത ഋഷിയുടെ സങ്കല്പത്തെ പറഞ്ഞത്, ഭാരതത്തിൽ എവിടെയൊക്കെ, കേരളത്തിലേക്ക് വന്നാൽ എവിടെയൊക്കെ ഇവിടെ സാംസ്കാരികമായി അധപ്പതനം നടന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചത് ആർഷമായ ഈ പ്രജ്ഞ തന്നെയായിരുന്നു. എഴുത്തച്ഛനാണ് ധൈര്യപൂർവം മലയാളത്തോട് പ്രഖ്യാപിച്ചത്. അന്ന് വരെ ഉണ്ടായിരുന്ന ഭാഷയിലുണ്ടായിരുന്ന കൃതികളെയൊക്കെ രാമകഥ കൊണ്ട് സംശുദ്ധീകരിച്ചുകൊണ്ട്, ഹരിനാമകീർത്തനം കൊണ്ട് സംശുദ്ധീകരിച്ചുകൊണ്ട് എഴുത്തച്ഛനാണ് കേരളത്തിന്റെ മണ്ണിൽ അങ്ങനെ ഒരു സാംസ്കാരിക നവോത്ഥാനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചത്. അപ്പോ ഋഷിപ്രജ്ഞ നേടിയെടുത്തു തന്നതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, ബോധത്തിന്റെ തലങ്ങളിൽ നമ്മെ അഭിമാനത്തോടെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതെല്ലാം മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് നേടിത്തന്നത് ഒരു ഋഷിപ്രജ്ഞയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നാട് ഉറച്ചു വിശ്വസിക്കുന്നു, സനാതനധർമ്മം നിലനിൽക്കുന്നത് ഈ ആർഷമായ നേതൃത്വത്തിൽ തന്നെയാണ്. ഈ ഋഷി മുന്നിൽ നിന്ന് നയിക്കാനുണ്ടെങ്കിൽ,
ഈ ഋഷി പാരമ്പര്യം മുന്നിൽ നിന്ന് നയിക്കാനുണ്ടെങ്കിൽ, സദാശിവനിൽ നിന്ന് ആരംഭിക്കുന്ന ശങ്കരാചാര്യരിലൂടെ മുന്നോട്ട് പോകുന്ന ആർഷമായ ഭാരതത്തിന്റെ ഈ ഋഷി പരമ്പര നമ്മളെ മുന്നിൽ നിന്ന് നയിക്കാനുള്ളിടത്തോളം കാലം ഭാരതം, സനാതനധർമ്മം എന്നും വിശ്വഗുരുവായി തന്നെ ലോകത്തിന്റെ മുന്നിൽ നിലനിൽക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് അധർമ്മത്തിനെതിരെ എന്നും മുന്നിൽ നിൽക്കുന്ന ഭാർഗവരാമൻ എന്ന സങ്കല്പം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഋഷിമാരോടുള്ള ഋണം തീർക്കുന്നതിനുള്ള വലിയൊരു ഉത്തരവാദിത്തം പ്രത്യേകിച്ചും ഈ സംസ്കാരത്തോടെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടു നിൽക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അത് ഒരു പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇത് തിരഞ്ഞെടുക്കപ്പെട്ട ഈ ചെറിയ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. നമ്മിലാണ് ഈ സംസ്കാരത്തിന്റെ വേരൂന്നി നിൽക്കുന്നത്. ഈ സനാതനധർമ്മം ഭൂമിയിലേക്ക് വേരാണ്ട് നിൽക്കുന്നത് നമ്മളെപ്പോലുള്ള പ്രാക്ടീസിങ് ഹിന്ദുയിസം എന്ന് പറയില്ലേ, സനാതന സംസ്കാരം പരിശീലിക്കുന്ന നമ്മളെപ്പോലുള്ള വ്യക്തികളിലാണ് ഇത് ആടാതെ ഉലയാതെ കാലങ്ങളോളം നീണ്ടു നിൽക്കേണ്ടത്. അപ്പൊ ഈ വേരെത്രമാത്രം ശക്തമായി ഭൂമിയിലേക്ക് ഇറക്കുന്നോ, അത് നമ്മുടെ പുതിയ തലമുറയിലേക്ക് കൊടുക്കുന്നോ, അത്രയും ശക്തമായി ഈ സംസ്കാരം നിലനിൽക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഒന്ന് ഋഷിയോടുള്ള വലിയ കടപ്പാട് തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൗതികമായ പ്രവർത്തനങ്ങൾ അല്ലെ. യോഗവും ക്ഷേമവും നാം ഉറപ്പാക്കണമല്ലോ. അഭ്യുദയവും വേണം, നിശ്രേയസവും വേണം. അഭ്യുദയത്തിനായി ചെയ്യുന്ന അനേക പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നിശ്രേയസത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ യോഗക്ഷേമ സഭയുടെയും ദ്വിജക്ഷേമ സഭയുടെയും പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവിലാണ് അഭ്യുദയത്തിനായി ചെയ്ത പ്രവർത്തനങ്ങളോടൊപ്പം നിശ്രേയസത്തിന് വേണ്ടി ഋഷിയോട് തീർക്കേണ്ട ആദ്യത്തെ ഋണം ജ്ഞാന ഋണമാണ് എന്ന ദേവയജ്ഞം എന്നതിൽ ജ്ഞാനയജ്ഞം എന്ന ഋണമാണ്. ആ കടം തീർക്കാതെ, അതായത് ജ്ഞാന പാരമ്പര്യത്തെ പിന്തുടരുക എന്ന കടം തീർക്കാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്നിടത്താണ് ആ ഋഷി ഋണം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ആചാര്യസ്വാമികളുടെ സങ്കല്പമുള്ള ഈ ഇടത്തു നിന്നുകൊണ്ട് ആചാര്യസ്വാമികളുടെ ഏതെങ്കിലും ഒരു കൃതി ഈ പൂജയുടെ ഇടവേളയിൽ നമ്മൾ ഒരുമിച്ച് ഒന്ന് മനനം ചെയ്യുക എന്ന ഒരു സങ്കല്പത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ പരശുരാമ ജയന്തി ദിവസം ആചാര്യസ്മരണ പുതുക്കേണ്ടത് ഈ വേരുകൾ കൂടുതൽ കൂടുതൽ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങാനും. ആഴം മാത്രം പോരാ വേരുകൾക്ക് അല്ലെ. ചിലപ്പോ വെള്ളം കിട്ടാതെ വരും, അപ്പൊ പരപ്പും കൂടി വേണം. പലയിടത്തു നിന്നും പോയി ജീവജലം ശേഖരിച്ചു കൊണ്ടുവന്ന് ഈ സനാതന സംസ്കൃതിയെ നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോ ആഴത്തിൽ പരന്ന് നമ്മുടെ സംസ്കാരത്തിന്റെ വേരുകൾ വളരണമെങ്കിൽ നാം ഓരോരുത്തരും ഈ ഋഷിഋണം പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നതിലാണ് നാം ഇന്നത്തെ ഈ ജ്ഞാന സപര്യ ആരംഭിക്കുന്നത്. അതിന് ഏറ്റവും യോഗ്യമായ ഒന്ന്, ഏറ്റവും യോജിച്ച ഒന്ന് ആചാര്യസ്വാമികളുടെ മാതൃപഞ്ചകം മനനം ചെയ്തുകൊണ്ട് ആരംഭിക്കുക എന്നതാണ്. ഒരാൾ ജീവിതത്തിലേക്ക് കണ്ണു തുറക്കുന്നത്, ഒരാൾ അനുഭവങ്ങളിലേക്ക് കണ്ണു തുറക്കുന്നത്, പ്രത്യക്ഷമായ ഈശ്വരാനുഭവം ഒരു വ്യക്തി അറിയുന്നത് അമ്മയിലൂടെ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് പ്രപഞ്ചമാതാവിലേക്കുള്ള ഒരു താക്കോലാണ് ഈ ദേഹമാതാവ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം, ദേഹമാത, ദേശമാത, ഈ സ്വന്തം ദേഹം നൽകിയ സ്വമാതാവ് ദേഹമാതാവ്, രാഷ്ട്രമെന്ന അമ്മ ദേശമാതാവ്, പിന്നെ നമുക്കൊക്കെ
എന്താ ജീവൻ തന്ന ജീവിതം തന്ന ലോകമാതാവ്, പ്രപഞ്ചമാതാവായ സാക്ഷാൽ ത്രിപുരസുന്ദരിയായ ദേവി. അപ്പൊ ഈ മൂന്നിടത്തേക്കാണ് ഈ മന്ത്രങ്ങൾ, ഈ ശ്ലോകങ്ങൾ നമ്മെ നയിക്കുന്നത്. മന്ത്രസമാനമായ ഈ ശ്ലോകങ്ങൾ നമ്മെ നയിക്കുന്നത് ദേഹമാതാവിലൂടെ ദേശമാതാവിലേക്കും രാഷ്ട്രമാതാവിലേക്കും അതിലൂടെ ലോകമാതാവായ സാക്ഷാൽ ലളിതാ പരമേശ്വരിയായ അമ്മയിലേക്കുമാണ് ഇത് നയിക്കുന്നത്. അപ്പൊ ആ സാക്ഷാൽ ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം നമുക്കുണ്ടാകുന്നത്, ആ അനുഭവം ആദ്യമായി നാം അറിയുന്നത് സ്വന്തം അമ്മയിലൂടെയാണ് എന്ന് ഭാരതം എത്രയോ കാലം മുന്നേ പറഞ്ഞു വെച്ചു. ഒരാൾക്ക് ജന്മം കൊടുക്കുക എന്നതല്ല മാതൃത്വത്തിന്റെ അടിസ്ഥാനമെന്നും, പുത്രനോ പുത്രിയോ ഉണ്ടാവുന്നതല്ല മാതൃത്വത്തിന്റെ അടിസ്ഥാനമെന്നും, മറിച്ച് മനസ്സിലെ ഭാവാത്മകമായ ആശയങ്ങളാണ് മാതൃത്വത്തിന്റെ അടിസ്ഥാനമെന്നും പറഞ്ഞു വച്ചിടത്ത് മാതൃത്വം കേവലം സ്ത്രൈണമായ സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു വികാരമല്ലെന്നും, മാതൃത്വം എന്നത് ഏതൊരു വ്യക്തിയും സാധന ചെയ്ത് ഉള്ളിൽ ഉണർത്തേണ്ട ഒരു ഭാവമാണെന്നും, ഒരുപക്ഷെ സ്ത്രീ ശരീരത്തിൽ ഇരിക്കുന്നവർക്ക് അത് കുറച്ചുകൂടി എളുപ്പമാണെന്നും അല്ലെ. സാക്ഷാത്കാരത്തിൽ മാധുര്യഭക്തിയിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ചൈതന്യ മഹാപ്രഭു മാധുര്യഭക്തിയിൽ എപ്പോഴും പറയുമായിരുന്നു, ഭഗവാന്റെ മുന്നിൽ പുരുഷന്മാരില്ല, ഭഗവാൻ മാത്രമേ പുരുഷനുള്ളൂ, മറ്റെല്ലാം പ്രകൃതിയാണ്, മറ്റെല്ലാം സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഭക്തിയിൽ ഏറ്റവും എളുപ്പം സ്ത്രീഭാവത്തിൽ ഇരുന്നു കൊണ്ട് സാക്ഷാത്കാരം നേടുകയാണ് എന്ന് ചൈതന്യ മഹാപ്രഭു പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അമ്മ മനസ്സിനോട് താതാത്മ്യപ്പെടാൻ, ഒരാൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്, ഒരാൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹൃദയം തുറക്കുന്നത് പ്രത്യക്ഷത്തിൽ ദേഹമാതാവിനോടാണ് എന്നതുകൊണ്ട് ഒരു അമ്മയുടെ മനസ്സ് നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ആചാര്യസ്വാമികൾ മാതൃപഞ്ചകം, ധാരാളം പണ്ഡിതന്മാരൊക്കെ ആചാര്യസ്വാമികളുടേതാണോ മാതൃപഞ്ചകം എന്നൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടാവാം. അത് പണ്ഡിതന്മാരുടെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമല്ല. നമുക്ക് ഉറപ്പുണ്ട് ഭാഷ്യകാരനായ സാക്ഷാൽ ആദിശങ്കര സ്വാമികളുടേതു തന്നെയാണ് മാതൃപഞ്ചകം എന്ന ഹൃദയാർദ്രമായ ഭാവം എന്ന് നമുക്കുറപ്പുണ്ട്, പഠിതാവിന് ഉറപ്പുണ്ട്, അനുസന്ധാനം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉറപ്പുണ്ട്. ശങ്കരാചാര്യരുടേത് തന്നെയാണ് മാതൃപഞ്ചകം എന്ന് നമുക്കുറപ്പുണ്ട്. ഒരുപക്ഷെ ചരിത്രകാരന്മാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ ഇക്കാര്യത്തിൽ ധാരാളം സംശയങ്ങൾ ഉണ്ടായേക്കാം. പ്രസ്ഥാനത്രയ ഭാഷ്യകാരനായ ആചാര്യസ്വാമികൾ മാതൃപഞ്ചകം പോലെ ഒരു കൃതി എഴുതുമോ, അല്ലെ, സൗന്ദര്യലഹരി എഴുതുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം. പക്ഷെ അത് ആ ചർച്ച പണ്ഡിത സദസ്സുകളിൽ നിൽക്കട്ടെ, നമുക്ക് പണ്ഡിത സദസ്സുകളിൽ പോയി അങ്ങനെ ചർച്ച ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് പഠിതാക്കളാണ്. ശാസ്ത്ര പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ കൃതിയിലൂടെ ആചാര്യസ്വാമികളെ ഞാൻ എന്നോട് പറയുമോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മാതൃപഞ്ചകം പലപ്പോഴും പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റില്ല. കാരണം മാതൃപഞ്ചകത്തിലൂടെ ശങ്കരാചാര്യരെ കാണുന്നത് വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമാണ്. നമ്മുടെ മുന്നിൽ വിടർന്നു നിൽക്കുന്ന ആചാര്യസ്വാമികൾ ഉണ്ടല്ലോ, ഈ ഭാരതത്തിലേക്ക്, ഈ ദക്ഷിണേന്ത്യയിൽ നിന്നും ഈ കേരളത്തിൽ നിന്നും ലോക ദാർശനികതയുടെ കൊടുമുടിപ്പൊക്കത്തിലേക്ക് നടന്നു കയറിയ ഒരു ശങ്കരാചാര്യർ, വാദിച്ച് ഭാരതത്തിന്റെ ജ്ഞാനകേന്ദ്രങ്ങളിൽ മുഴുവനും പോയി അദ്വൈത ഡിണ്ടിമം മുഴക്കിക്കൊണ്ട് ലോക ദാർശനികതയുടെ മുന്നിൽ തലപ്പൊക്കത്തോടുകൂടെ നിന്ന ഒരു ശങ്കരാചാര്യരുണ്ടല്ലോ. പ്രൗഢമായ വേദാന്താനുഭവത്തെ അതേപോലെ പ്രൗഢമായ ഭാഷയിലൂടെ, അതേപോലെ പ്രൗഢമായ ആശയങ്ങളിലൂടെ, പ്രസ്ഥാനത്രയ ഭാഷ്യത്തിലൂടെ വേദാന്ത സിദ്ധാന്തത്തെ അതിൻ്റെ സമ്പ്രദായ ശുദ്ധിയിൽ നമുക്ക് പറഞ്ഞു തന്ന ഒരു ശങ്കരാചാര്യരുണ്ടല്ലോ. അങ്ങനെയൊരു ജ്ഞാനഗരിമയിൽ നിൽക്കുന്ന സർവജ്ഞപീഠാരോഹിതനായ ശങ്കരാചാര്യർ, ആ ശങ്കരാചാര്യരെ നോക്കിക്കാണുന്നത് നമ്മളെവിടെയാ നിൽക്കുന്നത്? നമ്മൾ ഈ ദൂരത്തെങ്ങാനിരുന്ന ഈ അറ്റത്തെവിടെയോ ഇരുന്നു കൊണ്ട് ആചാര്യ പ്രൗഢിയിലേക്ക് നോക്കുമ്പോ ഞാൻ അപ്പോഴൊക്കെ ആലോചിക്കുന്നത്,
ഈ തൃശ്ശൂരുകാരോടത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഈ അമ്മന്നൂർ ആശാന്റെ ഒക്കെ കൈലാസോദ്ധരണം കണ്ടിട്ടുള്ളവർക്കറിയാം അല്ലെ. രാവണൻ കൈലാസത്തെ കാണുന്ന രംഗം, ഇത് കഥകളിയിലായാലും കൂടിയാട്ടത്തിലായാലും രാവണൻ കൈലാസത്തെ കാണുന്നത് അവതരിപ്പിക്കുമ്പോൾ ഒരു നടൻ തൻ്റെ ശരീരത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് വേണം ഈ വലിയ ഗരിമയെ കാണിക്കുവാൻ. അപ്പൊ നടൻ ഇങ്ങനെ ഇങ്ങോട്ട് ചെറുതാവുകയും ആ വലിപ്പത്തെ ഇങ്ങനെ നോക്കിക്കാണുകയും ചെയ്യും. അപ്പൊ നമ്മുടെ കണ്ണിൽ ഈ വലിപ്പം ഇങ്ങനെ നിഴലിക്കും. ഇത് നടൻ തൻ്റെ ശരീരം കൊണ്ട് എടുക്കുന്ന ഒരു സങ്കേതമാണ്. ഇതുപോലെ ആചാര്യസ്വാമികളെ അടുത്തറിയാൻ ശ്രമിക്കും തോറും അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം നമ്മുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഈ അത്ഭുതാതരങ്ങളോടെ ഭാഷ്യകാരനായ ആചാര്യസ്വാമികളെ നോക്കിക്കാണുന്ന ഇങ്ങനെ അറ്റത്തിരിക്കുന്ന നമ്മൾക്ക് ആചാര്യസ്വാമികളിലേക്ക് പ്രവേശിക്കുവാൻ എവിടെയെങ്കിലും ഒരു ഇടം കിട്ടണം. അല്ലെങ്കിൽ ആ ജ്ഞാനഗരിമയിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. ആ ചിന്തയോട് ഇടയാൻ പറ്റില്ല. നമുക്ക് ആ ചിന്തയോട് അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അപ്പൊ നമ്മളെപ്പോലുള്ള ഏറ്റവും സാധാരണക്കാർക്ക് ശങ്കരാചാര്യരെ അനുഭവിക്കുന്നതിനുള്ള, ശങ്കരാചാര്യരെ ഒരു ചെറിയ വിടവ് കിട്ടിയാലല്ലേ അത് കൂടെ നോക്കാൻ പറ്റുള്ളൂ. ആ ആചാര്യസ്വാമികൾ നമുക്ക് ഇട്ടു തന്ന ഒരു നൂലിഴയാണ് വാസ്തവത്തിൽ മാതൃപഞ്ചകം. ഈ നൂലിഴയിൽ പിടിച്ച് നമുക്ക് ആചാര്യ പ്രതിഭയിലേക്ക് പതുക്കെ സഞ്ചരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ജിജ്ഞാസുവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വേദാന്ത ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും എളുപ്പം അമ്മയുടെ മനസ്സ് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. വേറെ ആരും പറഞ്ഞു തരണ്ട, ലോകത്തിലെ മറ്റൊരനുഭവവും നമുക്ക് വേണ്ട. അദ്വൈതാനുഭവം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക്, അവിടെ സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീ ശരീരമേ അല്ല, ഒരു സ്ത്രീ ഭാവത്തിന് അദ്വൈതാനുഭവം എന്ന് പറഞ്ഞാൽ കുഞ്ഞുമായുള്ള ആത്മബന്ധം തന്നെയാണ്. അത് രണ്ടല്ല, തന്നിൽ നിന്ന് അന്യമല്ല, തന്നിൽ നിന്നും വ്യതിരിക്തമല്ല, താൻ തന്നെയാണ് ആ പുത്രഭാവത്തിലേക്ക്, പുത്രീഭാവത്തിലേക്ക് പരിണമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അനുഭവം നമുക്കുള്ളത് കൊണ്ട് ഒരു പുത്രനും അമ്മയും തമ്മിലുള്ള മാനസിക ഭാവത്തെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. വേദാന്തം പഠിക്കുന്നതിന്, ഞാൻ ആചാര്യസ്വാമികളുടെ പ്രൗഢഭാഷ്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞുല്ലോ. വേദാന്തം പഠിക്കുന്നതിന് നമ്മൾ സമ്പ്രദായത്തോടെ വേദാന്തം പഠിച്ചാൽ പറയും, വേദാന്തം പഠിക്കുന്നതിന് സാധന ചതുഷ്ടയങ്ങളൊക്കെ വേണം, നിത്യാനിത്യ വസ്തു വിവേകങ്ങളൊക്കെ വേണം എന്ന് പറയും. പക്ഷെ വേദാന്തം പഠിക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരേ ഒരു കാര്യം, അത് ശ്രീരാമകൃഷ്ണദേവൻ പറയാറുള്ളത്, അത് ചിത്തശുദ്ധിയാണ് എന്നാണ്. ഹൃദയശുദ്ധിയുള്ള ഒരാൾക്ക്, ഹൃദയവിശാലതയുള്ള ഒരാൾക്ക്, മനസ്സിന് നൈർമല്യമുള്ള ഒരാൾക്ക് മറ്റൊരഭ്യാസമില്ലെങ്കിലും വേദാന്തം അയാളുടെ ഉള്ളിൽ തെളിയും, സ്വാഭാവികമായി തെളിയും എന്നാണ്. അമ്മേ എന്നൊരു ബോധം മനസ്സിലുള്ള ഒരാൾക്ക്, എനിക്ക് വേറെ ഒന്നും വിളിക്കാൻ അറിഞ്ഞുകൂടാ, എനിക്ക് സംസ്കൃതം അറിഞ്ഞുകൂടാ, എനിക്ക് പാണ്ഡിത്യമില്ല അല്ലേ, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഭാഷ ഇരുത്തിക്കൊണ്ട് എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കശ്ചിത് വദതി വിഷ്ണായ കശ്ചിത് വദതി വിഷ്ണവേ അല്ലെ. വിഷ്ണവേ എന്നാണ് കൃത്യമായിട്ടുള്ള പ്രയോഗം. പക്ഷേ പഠിക്കുന്ന കാലത്ത് അറിയാതെ തെറ്റിച്ച് വിഷ്ണായ എന്നൊക്കെ പ്രയോഗിക്കും. പക്ഷെ ഉഭയോരന്തരം നാസ്തി ഭാവഗ്രാഹി ജനാർദ്ദന. അച്ഛാന്ന് വിളിച്ചാലും ഇച്ഛാന്ന് വിളിച്ചാലും അച്ഛൻ അറിയാൻ കുട്ടി അച്ഛനെയാ വിളിക്കണേന്ന്. അതുകൊണ്ട് വിഷ്ണായ എന്ന് തെറ്റിച്ച് പ്രയോഗിച്ചാലും വിഷ്ണവേ എന്ന് ശരിയായി പ്രയോഗിച്ചാലും ഉള്ളിൽ ഹൃദയവിശാലതയുണ്ടെങ്കിൽ, ഉള്ളിൽ ഭക്തി ഉണ്ടെങ്കിൽ ഉഭയോരന്തരം നാസ്തി. ഇത് തമ്മിൽ ഭഗവാന് വ്യത്യാസമൊന്നുമില്ല. കാരണം എന്നെയാണ് ഈ കുഞ്ഞ് വിളിക്കുന്നത് എന്ന് നന്നായി അറിയാം. ഞാൻ ഓർത്തു പോകുന്നത്, ത്രിവിക്രമമാഷ് മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ടുകൂടി ആവണം, മഹാകവി അക്കിത്തത്തിന്റെ അനശ്വരന്റെ ഗാനം എന്നൊരു അതിമനോഹരമായ കവിതയുണ്ട്, ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു കവിതയുണ്ട്.
ആ കവിതയിൽ മഹാകവി പറയുന്നത് വളരെ ചെറിയ കവിതയാണ്. മാഷ്ക്ക് ഓർമ്മ വരുന്നുണ്ടാവും, വളരെ ചെറിയ കവിതയാണ്. പക്ഷെ ആ കവിത ഒരു ഭാരതീയന്റെ വിശാലമായ മാതൃസങ്കല്പത്തിലേക്കാണ് കവി കൊണ്ടുവന്നെത്തിക്കുന്നത്. ഈ ഒരു അരക്ഷിതത്വത്തിന്റെ, അസ്വസ്ഥതയുടെ, ആകുലതകളുടെ ഒക്കെ കാലത്ത് ഇങ്ങനെ ജീവിതത്തിന്റെ വേദനകളിൽ വരണ്ട് ഉണങ്ങി, ജീവിതത്തിന്റെ വേനലുകളിൽ കഷ്ടപ്പെട്ട്, ജീവിതത്തിന്റെ വർഷങ്ങളിൽ നനഞ്ഞു വരുമ്പോ അടുത്ത് ചേർത്ത് തല തോർത്തി തരുന്ന ഒരു സാന്നിധ്യമില്ലേ നമുക്ക്? ഇത് നമുക്കൊരു പരിചയം ഉണ്ടാവില്ലേ? വെയിലത്ത് വരുമ്പോ ഇത് കുടിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരല്പം വെള്ളം തരുന്ന ഒരു മാതൃ സാന്നിധ്യം നമുക്കുണ്ടാവില്ലേ? മഴയത്ത് നനഞ്ഞു വരുമ്പോ ചേർത്ത് പിടിച്ചിട്ട് തല തോർത്തി തരുന്ന ഒരു മാതൃ സാന്നിധ്യം നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? അക്കിത്തം ആ കവിതയിൽ പറയുന്നത്, കണ്ണടയുന്നു, കാലിടറുന്നു, മനമുഴറുന്നു, വീഴുന്നു. ജീവിതത്തിന്റെ ഒരുപക്ഷെ ഒരു ക്ഷുഭിത യൗവനങ്ങളുടെ ഒക്കെ കാലത്ത് നമ്മൾ എവിടെ നമ്മളെ രേഖപ്പെടുത്തണമെന്നറിയാതെ നടന്ന, കാലിടറുന്ന ഒരു കാലത്ത്, ഉഴറുന്ന ഒരു കാലത്ത്, വീണു പോകുന്ന ഒരു കാലത്ത് അക്കിത്തം പറയുന്നു, വീണത് പക്ഷേ ഞാൻ വീഴുന്നുണ്ട്, പക്ഷെ ഞാൻ വീണത് ഭൂതസർവസ്വ പ്രീണനൈക പരായണേ. അദ്ദേഹത്തിന്റെ മനോഹരമായ ധ്യാനാത്മകമായ, മഹാകവിയെ ഓർത്തു പോകുന്നു അത് പറയുമ്പോ, ധ്യാനാത്മകമായ ഒരു വരിയാണ് ഭൂതസർവസ്വ പ്രീണനൈക പരായണേ. ഭൂതസർവസ്വ പ്രീണനം പരമമായ ലക്ഷ്യമാക്കിയിരിക്കുന്ന അല്ലയോ അമ്മേ, വീണത് ശൂന്യതയിലേക്കല്ലല്ലോ, താവകാനന്ദ വിസ്തൃതോരസ്സിലാണല്ലോ. അമ്മേ, ഞാൻ വീണത് ഒന്നുമില്ലായ്മയിലേക്കല്ല, ഞാൻ അവിടുത്തെ മടിത്തട്ടിലേക്കാണ് വീണത്. അത് ആനന്ദമായ, ആനന്ദം നൽകുന്ന താവകാനന്ദ വിസ്തൃതോരസ്സിലേക്കാണല്ലോ ഞാൻ വീണത്. ഇതാണ് അമ്മ. മഹാകവി അക്കിത്തം വരച്ചു കാട്ടിയ അമ്മ ഭൂതസർവസ്വ പ്രീണനൈക പരായണയായ അമ്മയാണ്. അങ്ങനെ ഒരു അമ്മയെയാണ് വാസ്തവത്തിൽ ആര്യാമ്പ എന്ന് പറയുന്ന ശങ്കരാചാര്യർക്ക് ജന്മം നൽകാൻ അനുഗ്രഹം ലഭിച്ച ഒരു മാതൃഭാവം അവിടെ ഉണ്ട്. പക്ഷെ ആ മാതൃഭാവത്തിലൂടെ ആചാര്യസ്വാമികൾ കണ്ടത് ഭൂതസർവസ്വ പ്രീണനൈക പരായണയായ, എനിക്ക് ജന്മം നൽകിയ, എൻ്റെ ഓരോ കാൽവയ്പിലും കൂടെ നിന്ന, എന്നെ ലോകം കാണിച്ചു തന്ന ഒരമ്മയിലൂടെ ഞാൻ ഈ പ്രപഞ്ചമാതാവിനെയാണ് അറിയുന്നത്. കാരണം സൗന്ദര്യലഹരി എഴുതിയ ആചാര്യസ്വാമികളാണ് ഇത് രേഖപ്പെടുത്തിയത്. ശിവാനന്ദ ലഹരി എഴുതിയ ആചാര്യസ്വാമികളാണ് ഇത് രേഖപ്പെടുത്തിയത്. ദേവിയുടെ തത്വത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന ആചാര്യസ്വാമികളാണ് അസ്താന്തവതീയം എന്ന് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ആചാര്യസ്വാമികളുടെ മാതൃസങ്കല്പം അത് ഭൂതസർവസ്വ പ്രീണനൈകപരായണേ എന്നക്കിത്തം വിളിച്ച സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയുടെ ത്വദീയാഭിർ തവജനനി വാചാം സ്തുതിരിയം എന്ന് സൗന്ദര്യലഹരിയിൽ പറഞ്ഞതുപോലെ, സ്നേഹം മാത്രം അല്ലെ, ഭവാനി എന്ന് വിളിച്ചപ്പോഴേക്കും ദാസനായ എനിക്ക് കാരുണ്യം ചൊരിയൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് അമ്മേ എന്ന് വിളിച്ചപ്പോഴേക്കും ആ വാത്സല്യം അവിടെ നിന്ന് ഇങ്ങനെ ഊർന്നു വന്നു എന്നാ പറയുന്നത്. അങ്ങനെയുള്ള ഒരു അമ്മയെയാണ്. അതുകൊണ്ട് മാതൃപഞ്ചകം ചൊല്ലുന്നത്, മാതൃപഞ്ചകം അനുസന്ധാനം ചെയ്യുന്നത്, എനിക്ക് പ്രത്യക്ഷ ദേവി സാന്നിധ്യമായ എൻ്റെ അമ്മയിൽ നിന്നും ഞാൻ ഈ പ്രപഞ്ചമാതാവിലേക്ക്. അപ്പൊ രണ്ട് നോട്ടങ്ങളാണ് ഈ ചെറിയ കാലിഡോസ്കോപ്പിലൂടെയൊക്കെ അല്ലെങ്കിൽ ഈ കുഞ്ഞ് ബൈനോക്കുലറിലൂടെയൊക്കെ നമ്മൾ നോക്കുന്നത് പോലെ. ഒന്ന് മാതൃപഞ്ചകത്തിലൂടെ ആചാര്യസ്വാമികളിലേക്ക് നോക്കുക, മാതൃപഞ്ചകത്തിലൂടെ പ്രപഞ്ചമാതാവിലേക്കുള്ള ഈ രണ്ട് വഴി തുറക്കുന്ന ഒരു കൃതിയാണ് വാസ്തവത്തിൽ മാതൃപഞ്ചകം. വരികൾ വളരെ ലളിതമാണ്. ആചാര്യസ്വാമികള് അമ്മോട് വന്ന് സംസാരിക്കുന്നത് എത്ര അക്കാദമിക പണ്ഡിതനായാലും അമ്മയോട് വന്ന് സംസാരിക്കുന്നത് ഒരു സിദ്ധാന്തോ തിയറിയോ ഒന്നും ആവില്ലല്ലോ, അല്ലേ?
അമ്മയുടെ മുന്നിൽ സംസാരിക്കുന്നത് അവിടെ വാക്കുപോലും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒന്ന് അടുത്ത് പോയി ഒന്ന് തൊട്ട് ഇരുന്നാൽ മതിയായിരിക്കും, ഒന്നടുത്ത് പോയി ഇരുന്നാൽ മതിയായിരിക്കും. അതാവും ഏറ്റവും വലിയ അനുഭവം. വാക്കുപോലും പ്രസക്തമല്ലാത്തൊരിടത്ത് ആചാര്യസ്വാമികൾ 5 ശ്ലോകങ്ങളിലൂടെ, വാക്കിന്റെ വാരിധിയാണ് ആചാര്യസ്വാമികൾ. ആ വാക്കിന്റെ വാരിധിയായ വാഗ്വിതാംബരനായ ആചാര്യസ്വാമികൾ 5 ശ്ലോകങ്ങളിലൂടെ, 1ാമത്തെ ശ്ലോകം മാത്രം മതിയാകും നമുക്ക് മനനം ചെയ്യാനായിട്ട്. ബാക്കിയൊക്കെ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. മാഷ് ഗംഭീരമായി അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ആസ്താം താവതീയം എല്ലാവർക്കും അറിയാം. പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയീശയ്യാച സംവത്സരി ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാ ക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോപി തനയഃ തസ്യൈ ജനന്യൈ നമഃ. അമ്മയുടെ മരണസമയത്താണ് അമ്മയിലേക്ക് എത്തിച്ചേർന്നത്. കഥയാണ്, ധാരാളം ചരിത്രവും ഐതിഹ്യവും പറഞ്ഞു പഴകിയ കഥകളും ഒക്കെ കൂടുന്നതാണ് ആചാര്യസ്വാമികളുടെ ജീവിതം. അങ്ങനെ ആ അവസാന സമയത്ത് അമ്മയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു എന്നും, ഈ ശരീരം ത്യജിക്കുന്ന സമയത്ത് സാക്ഷാൽ ലോകം മുഴുവനും തൻ്റെ ജ്ഞാനസഞ്ചാരം കൊണ്ട് സഞ്ചാരം നടത്തിയ ആചാര്യസ്വാമികൾ ഭൗതിക രൂപത്തിൽ തന്നെ അമ്മയുടെ മുന്നിൽ എത്തിച്ചേർന്നുവെന്നും, തൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും അമ്മയിൽ നിന്നുമുള്ള അനുഭവങ്ങൾ സ്വാംശീകരിച്ചാണ് ആചാര്യൻ മുന്നോട്ട് പോയത്. ആ മുതലക്കടവിലെ കാലത്തും പ്രസക്തമായ സ്നേഹബന്ധനങ്ങളുടെ മുഴുവനും പ്രതീകമായ നക്രം, വേദാന്ത ദർശനത്തില് ഏറ്റവും വലിയൊരു പ്രതീകമാണ് ഈ മുതല. മുതല ഭൗതികതയിലേക്ക് വീണ്ടും 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 പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രദ്യുമ്നന്റെ കാലിൽ കടിച്ച ഒരു മുതലയില്ലേ, ആ പാണ്ഡ്യ രാജാവായ ഇന്ദ്രദ്യുമ്നന്റെ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ, ആ മുതലയില്ലേ, അത് എല്ലാവരുടെയും കാലിൽ കടിച്ചിട്ടുണ്ട്. നമ്മളത് എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നതനുസരിച്ചാണ് ആ മുതലയുടെ പിടി വിട്ടാലും വിടുവാൻ കഴിഞ്ഞിടുകയില്ല ആശാശതം ക്ലേശതം കിട്ടാറാക്കുക മാതമന്ദിരപദേ നിന്ദർശനം കർശനം എന്ന് കവി ചൊല്ലിയതുപോലെ, വിട്ടാലും വിടാതെ കാലിൽ പിടിച്ച മുതലയെ നമ്മൾ ആരും അറിയുന്നില്ല. ആചാര്യസ്വാമികൾ അപ്പൊ തന്നെ തിരിച്ചറിഞ്ഞു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുതല സന്യസിക്കാൻ അനുവദിച്ചാൽ വിടാം എന്ന് പറയുന്ന ഒരു മുതല എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒന്ന് പെരിയാറിൽ മുതല ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ ഒന്നും കഥയല്ല, കൗതുകങ്ങളും നിൽക്കട്ടെ അവിടെ. എന്തായാലും വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മെ പിടിച്ചു വലിക്കുന്നത് അമ്മ എന്ന് പറയുന്ന ഒരു സാന്നിധ്യമാണ്. ഈ ലോകത്തിൽ എവിടെ പോയാലും നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് വരുവാൻ പ്രേരിപ്പിക്കുന്നത് അമ്മ എന്ന സാന്നിധ്യമാണ്. ലോകത്തിനു വേണ്ടി സമർപ്പിച്ച ഒരു മകൻ, ഖലീൽ ജിബ്രാൻ പറയുന്ന പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്. അത് യേശുദേവനെ കുറിച്ച് പറഞ്ഞതാണ്. ഓരോ അമ്മയുടെയും ഉദരത്തിൽ ലോകത്തിനു മുഴുവനും ആനന്ദം പകരാൻ കാത്തു നിൽക്കുന്ന ഒരു മകനാണ് മദർ മേരിയുടെ, വിശുദ്ധ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ പിറന്നത്. അത് യേശുദേവനെ കുറിച്ച് ഖലീൽ ജിബ്രാൻ പറഞ്ഞതാണ്. ലോകത്തിനു മുഴുവനും ആനന്ദം പകരാൻ കഴിയുന്ന ഒരു മകൻ തൻ്റെ ഉള്ളിൽ പേറുമ്പോൾ ആ അമ്മ എത്രമാത്രം ആനന്ദം അനുഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ തൻ്റെ ഗർഭപാത്രത്തിൻ്റെ വേദനയാണ് ലോകത്തിന് സമർപ്പിക്കേണ്ട ഒരു മകൻ തൻ്റെ ഉള്ളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. അതൊരു അമ്മയുടെ വ്യക്തിപരമായ വേദനയാണ്. ഈ വ്യക്തിപരമായ വേദനയുടെ തലത്തെ മറികടന്നാൽ മാത്രമേ ആ കുഞ്ഞിനെ ലോകത്തിന് സമർപ്പിക്കാൻ പറ്റൂ. ശുദ്ധോദന മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നും ആ പാതിരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന രാഹുലനെയും പ്രിയപ്പെട്ട പത്നിയെയും ഉപേക്ഷിച്ച് തിരിഞ്ഞു നോക്കാതെ നടന്നുപോയ ഒരു സിദ്ധാർത്ഥനുണ്ട്, ലോകത്തിന്റെ ദുഃഖം സഹിക്കവയ്യാതെ. അതുപോലെ ഒരു ഇറങ്ങിപ്പോക്ക് ഇവരുടെ ഒക്കെ ജീവിതത്തിലുണ്ട്. അപ്പൊ ഈ മുതലയെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും പിടിച്ചു
പിടിച്ചു വലിക്കുന്ന അങ്ങേയറ്റം പ്രതീകാത്മകമായ ഈ മുതലയുടെ പിടിവിടുവിപ്പിച്ച് അന്ന് കാലടിയിൽ നിന്നും നടന്നതാണ് സാക്ഷാൽ ഗോവിന്ദ ഭഗവത്പാദരുടെ അടുത്തേക്ക്. ഇന്ന് ഓംകാരേശ്വരത്ത് വലിയ ബാലശങ്കര പ്രതിമ, നമ്മൾ പലരും പോയിരുന്നു അവിടെ. ആ സാക്ഷാൽ ഗോവിന്ദ ഭഗവത്പാദരുടെ അടുത്തേക്ക് അന്ന് കാലടിയിൽ നിന്നും നടന്നതാണ് ആ ലോകത്തിന് മുഴുവനും ആനന്ദം നൽകുന്ന ആ ബാലൻ. ആ കുഞ്ഞാണ് തിരിച്ച് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർവൃതിയാണ്. ഒരുപക്ഷെ കപിലാവതാരത്തിലെ പോലെ, ദേവഹൂതിക്ക് ജ്ഞാനം ഉപദേശിച്ച ഭഗവാൻ കപിലനെ പോലെ, ഇവിടെ തൻ്റെ അമ്മയ്ക്ക് എന്താണ് പ്രപഞ്ച സത്യമെന്ന് കാട്ടിക്കൊടുത്തുകൊണ്ട്, അമ്മയ്ക്ക് സാക്ഷാൽ പ്രത്യക്ഷ ദേവീ ദർശനം ഉണ്ടാക്കിച്ചു കൊടുത്തുകൊണ്ട് ആചാര്യസ്വാമികൾ ഈ ഒരു ഭാവം, അങ്ങേറ്റം വൈകാരികമായ ഭാവം നിറഞ്ഞു നിൽക്കുന്ന ഈ സന്ദർഭത്തിലാണ് മനീഷ പഞ്ചകം രചിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പ്രത്യേകത. അത് ആചാര്യസ്വാമികൾ ആ സമയത്താണോ എപ്പോഴാണ് രചിച്ചത് എന്നൊന്നുമല്ല, അങ്ങേയറ്റം വൈകാരിക തലത്തിൽ നിന്നുകൊണ്ടാണ് അമ്മയോട് പറയുന്ന രീതിയിൽ, അമ്മയെ സ്മരിക്കുന്ന രീതിയിൽ രചിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ വളരെ പ്രസിദ്ധമായ പരിഭാഷ, നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ, രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ കൂട്ടിടേണ്ട, മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും മലമൈശയ്യാച സംവത്സരി. ഇതൊന്നും വർണ്ണിക്കേണ്ടതില്ല എന്നുള്ളതാണ് മനീഷ പഞ്ചകത്തിന്റെ പ്രത്യേകത. ഇതൊന്നും ദ്യോതിപ്പിച്ച് വിട്ടാൽ മതി, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ സ്മരണകൾ മുഴുവനും വരികയാണ്. മലമൈശയ്യാച സംവത്സരി, നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും, തീർക്കാവല്ലേതു യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നേൻ. ഇത് പറഞ്ഞു പൂർത്തിയാക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. കാരണം എല്ലാവരുടെയും ഹൃദയത്തോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ് ആചാര്യസ്വാമികൾ ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഏറ്റവും യോഗ്യനായ, ഇത് ഈ മന്ത്രങ്ങളെ, ഈ ശ്ലോകങ്ങളെ, മന്ത്രസമാനമായ ഈ ശ്ലോകങ്ങളെ പ്രത്യേകതയുള്ളതാക്കുന്നത്, ഇതൊരു സാധാരണ ശ്ലോകമാണ്, പക്ഷെ ഈ ശ്ലോകത്തിന് പ്രത്യേകത കൊടുക്കുന്നത് ഇത് സാക്ഷാൽ ആദിശങ്കരാചാര്യസ്വാമികൾ ഇത്രയും ഉന്നതനായ ഒരു മകന് പോലും അമ്മയോടുള്ള കടപ്പാട് പൂർത്തിയാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അമ്മേ നിന്നെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗർഭമാകുന്ന വലിയ ചുമടെടുക്കുന്നതിന്റെ കൂലി പോലും തീർക്കാൻ എത്ര യോഗ്യനായി തീർന്നാലും എനിക്കൊരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് അമ്മേ നിന്നെ ഞാൻ പ്രണമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആചാര്യസ്വാമികൾ ഇത് പറഞ്ഞു എന്നതാണ് ഈ ശ്ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതെഴുതിയ ആചാര്യസ്വാമികളാണ് ഈ ശ്ലോകത്തിന് മഹത്വം കൊടുക്കുന്നത്. ഇത് ഭാരതീയന്റെ ഏറ്റവും വലിയൊരു സംസ്കാരമായിരുന്നു. ഒരു കുടുംബം ആരംഭിക്കുന്നത്, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലേക്ക് കണ്ണു തുറക്കുന്നത്. അടുത്ത കാലത്ത് ഞാൻ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ചിത്രകാരൻ്റെ ഒരു പടം ശ്രദ്ധിക്കാനിടയായി. ആ ചിത്രം ഇങ്ങനെയായിരുന്നു. ഒരു അമ്മ ഒരു കുട്ടിക്ക് സ്തന്യം കൊടുക്കുകയാണ്. പക്ഷെ അമ്മയുടെ സ്തനത്തിൽ നിന്നും ഒരു ധാരാളം ഇലകളുള്ള ഒരു വൃക്ഷം രൂപപ്പെടുകയും അത് ആ കുട്ടിയുടെ തലച്ചോറായി മാറുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ്. ഇതിൽ രണ്ടിലുണ്ട്, അമ്മയുടെ സ്തനങ്ങളിലും ഈ കുട്ടിയുടെ തലച്ചോറിലും ഈ വൃക്ഷത്തിന്റെ ചിത്രമുണ്ട്. അതൊരു വളരെ രസകരമായിട്ടുള്ള ഒരു ചിത്രമാണ്. എന്നാൽ പ്രതീകാത്മകമായ ഒരു ആശയം, അമ്മയുടെ സ്തന്യാമൃതത്തോടൊപ്പം ഒരു കുഞ്ഞിലേക്ക് പകരുന്നത് ജീവിതത്തിന്റെ കരുത്താണ്. നോക്കൂ, അമ്മയാണ് നമ്മളെ ലോകത്തിന്റെ ഓരോ രുചികളെ പരിചയപ്പെടുത്തിയത്, ഓരോ കാഴ്ചകളെ പരിചയപ്പെടുത്തിയത്, ഓരോ അനുഭവങ്ങളെ പരിചയപ്പെടുത്തിയത്. ലോകം എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഈ പ്രത്യക്ഷമായ മാതൃസാന്നിധ്യമാണ്. അമ്മ കാട്ടിത്തരുന്നതാണ് വാസ്തവത്തിൽ ഒരു കുഞ്ഞിന് അച്ഛനെ പോലും. അമ്മ ചൂണ്ടിക്കാട്ടിക്കൊടുക്കുന്നവനാണ് അച്ഛൻ എന്ന സങ്കല്പം പോലും അവൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് വാസ്തവത്തിൽ അമ്മയാണ്. അതുകൊണ്ട് തന്നെ മാതൃത്വം
എന്നത്, ഇത് ആചാര്യസ്വാമികൾ അമ്മയെ മഹത്വപ്പെടുത്തി എന്നതിനപ്പുറത്ത് ഇത് മാതൃത്വം എന്താണ് എന്ന് ഒരു സാധകന് സ്വയം തിരിച്ചറിയുന്നതിനുള്ള ഒരു പ്രക്രിയ കൂടിയാണ്. മാതൃത്വം എന്നാൽ ഈ ഒരു ഉന്നതമായ ഭാവത്തിലേക്ക് ഒരു വ്യക്തി, ഞാൻ സ്ത്രീ എന്നേ പറയുന്നില്ല അവിടെ, ഒരു വ്യക്തി ഈ ഉന്നതമായ ഭാവത്തിലേക്ക് സ്വയം പരിവർത്തനം ചെയ്യപ്പെടുമ്പോഴാണ് അവരിൽ മാതൃത്വം ഉണ്ടാകുന്നത്. നമ്മൾ ഭാരതത്തിന്റെ സങ്കല്പത്തിൽ ഇങ്ങനെ ധാരാളം പേരുടെ കഥകൾ കേട്ടിട്ടുണ്ട്. ശിവജിയെ കുറിച്ച് ഒക്കെ കുഞ്ഞിനെ ആശയങ്ങൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇടശ്ശേരിയുടെ കാവിലപ്പാട്ട്, ഇടശ്ശേരിയുടെ കാവിലപ്പാട്ടില് ഇക്കഥകൾ പാടി പാടി ശാന്തനിഷീധത്തിൽ മക്കളെ ഉറക്കിടാറുണ്ട് അമ്മമാരീ നാട്ടിൽ എന്നിടശ്ശേരി പറയുന്നുണ്ട്. ദേവിയുടെ കഥകൾ മുഴുവൻ പറഞ്ഞുകൊണ്ട് ഈ ഉന്നതമായ കഥകൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ഈ നാട്ടിലെ അമ്മമാർ കുഞ്ഞുങ്ങളെ ഉറക്കാറുള്ളത്. മദാലസാരാജ്ഞിയുടെ കഥ നമുക്കറിയാം അല്ലെ? തനിക്ക് മുന്നിൽ ആ രാജ്ഞി ജനിച്ചു വന്ന കുഞ്ഞുങ്ങളെ പാടി ഉറക്കിയിരുന്നത് ശുദ്ധോസി ബുദ്ധോസി ചിരന്തനോസി, സംസാരമായ മായയെ അതിവർത്തിക്കേണ്ടവനാണു നീ, അതുകൊണ്ട് സംസാര നിദ്രയെ ത്യജിക്കൂ, മോഹനിദ്രയെ ത്യജിക്കൂ എന്ന് ഒരു കുഞ്ഞിനെ പാടി ഉറക്കിയ മദാലസാരാജ്ഞിയുടെ നാടാണിത്. ചട്ടമ്പിസ്വാമികളുടെ പിള്ളത്താലോലിപ്പ് എന്നൊരു കൃതിയുണ്ട്. കുഞ്ഞിനെ അമ്മ പാടി ഉറക്കുന്ന രീതിയിലാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത്. ആ കൃതിയിലെ ചട്ടമ്പിസ്വാമി മുഴുവനും സൂചിപ്പിക്കുന്നത്, കുഞ്ഞെ നീ പട്ടിയെ കല്ലെറിയരുത്, നീ ജീവികളെ ഉപദ്രവിക്കരുത്, കാരണം എല്ലാത്തിനുമുള്ളിൽ നീ ഈശ്വരനെ കാണൂ. ഇങ്ങനെ ഒരു സംസ്കാരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴത്തിൽ വേരൂന്നിയ ഭാരതത്തിന്റെ സംസ്കാരം വിനിമയം ചെയ്യപ്പെട്ടിരുന്നത് നമ്മുടെ കുടുംബ വ്യവസ്ഥകളിൽ ഏറ്റവും ആത്യന്തികമായി അമ്മ എന്ന സങ്കല്പത്തിലൂടെയായിരുന്നു. അച്ഛനും അമ്മയാവാം കേട്ടോ, ചിലപ്പോ ശരീരം കൊണ്ടുള്ള മാതൃത്വമേ അല്ല. ചില സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ മാതൃത്വമുള്ള പുരുഷ ശരീരങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അച്ഛൻ ഏറ്റവും നല്ല അമ്മ എന്ന അവസ്ഥയിലേക്ക് ആകുന്ന ധാരാളം അനുഭവങ്ങൾ വ്യക്തിപരമായി എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്ത്രീ എന്ന ഭാവത്തെക്കുറിച്ച് മാത്രമാണ്, സ്ത്രീ എന്ന ശരീരത്തെക്കുറിച്ചേ അല്ല സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഉന്നതമായ ഒരു മാനസിക ഭാവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത്, നമ്മുടെ പൈതൃകത്തെക്കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ശക്തമായ ഉൾക്കാഴ്ചകൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്, കണ്ണു തുറന്നുകൊണ്ട് ഈ ലോകത്തെ കാണാൻ ആ കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടത് വാസ്തവത്തിൽ അമ്മ എന്ന ഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അതിന് വിപരീതമായി നമ്മൾ കൈകേയിയെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിന് വിപരീതമായി നമ്മൾ ഗാന്ധാരിയെ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ? ഗാന്ധാരിയുടെ കണ്ണടച്ച മാതൃത്വം എക്കാലത്തും പ്രസക്തമായ ദൃഷ്ടാന്തം തന്നെയാണ്. നൂറ്റവരെയും സൃഷ്ടിച്ചെടുത്ത അധികാരത്തിന്റെ പകയുണ്ടായിരുന്നു കൈകേയിയുടെ ഉള്ളിൽ അല്ലെ? നൂറ്റവരും ഒരൊറ്റ മനസ്സായിരുന്നു, ഒരു കുടത്തിൽ നിന്നുണ്ടായവർ. എന്നാൽ അതിനർത്ഥം ഒരു കുടം എന്ന് പറയുന്നത് അവരൊരൊറ്റ മനസ്സായിരുന്നു. അങ്ങ് അവിടെ യുധിഷ്ഠിരൻ ജനിച്ചു എന്നറിഞ്ഞപ്പോ തൻ്റെ അധികാരത്തിന്റെ ഗർഭത്തെ പ്രസവിപ്പിക്കുകയായിരുന്നു ഗാന്ധാരി. ആ ഗർഭം അധികാരക്കൊതിയുടെ ഗർഭമാണ്. ആ അധികാരക്കൊതിയുടെ ഗർഭത്തെ നിർബന്ധപൂർവം പ്രസവിപ്പിച്ച് അതിനെ ഒറ്റ മനസ്സായിരുന്ന നൂറ്റവരെ 100 ഭാഗിച്ച് സൃഷ്ടിച്ചെടുത്ത ഈ 100 പുത്രന്മാരിലും അധികാരം എന്ന ആശയം ഇട്ടുകൊടുത്തത് കണ്ണു തുറന്നുകൊണ്ട് ലോകത്തെ കാണാൻ പഠിപ്പിക്കാതെ കണ്ണടച്ച്, നിർബന്ധപൂർവം കണ്ണടച്ച്, ജന്മനാന്ധനായ അച്ഛനും നിർബന്ധപൂർവം ആന്ധ്യം സ്വീകരിച്ച അമ്മയും രൂപപ്പെടുത്തിയ ഒരു തലമുറ ഭാരത ചരിത്രത്തിൽ തന്നെ ഏത് രീതിയിലുള്ള ആഘാതങ്ങളാണ് സൃഷ്ടിച്ചത് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ അമ്മയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആചാര്യസ്വാമികൾ ഈ 1-ാം ശ്ലോകം രചിക്കുമ്പോൾ ആചാര്യസ്വാമികളുടെ മനസ്സിലുണ്ടായിരുന്നത് അമ്മ എന്ന
ഭാരതത്തിൻ്റെ ഉദാത്തമായ ദേവീ സങ്കല്പത്തിലേക്ക് ഇത് മനനം ചെയ്യുന്ന ഓരോ മനസ്സും, ഇത് മനനം ചെയ്യുന്ന ഓരോ സാധകനും ഞാൻ ഈ ദേവീഭാവം തന്നെയാണ്, എൻ്റെ കുഞ്ഞിന് ജീവിതത്തിന് കരുത്തേകാൻ പ്രപഞ്ചശക്തി രൂപപ്പെടുത്തി വിട്ടിരിക്കുന്ന ഒരു ദേവീഭാവം തന്നെയാണ് എൻ്റെ ഉള്ളിലും എന്ന കരുത്തിൻ്റെ മാതൃത്വം. ഈ അഭയവും വരദഹസ്തങ്ങളല്ലേ ദേവിക്കുള്ളത്. അപ്പോൾ ഒരു കൈയിൽ അധർമ്മത്തിനെതിരെയുള്ള ആയുധവും മറുകൈയിൽ സ്നേഹത്തോടെ പിടിക്കുന്ന സാന്ത്വനവും തരുന്ന മാതൃത്വമാണ് ഭാരതീയ മാതൃത്വം. അങ്ങനെയുള്ള ഒരു മാതൃഭാവത്തെയാണ് മാതൃപഞ്ചകത്തിലൂടെ, അതല്ലെങ്കിൽ ഇത് ആചാര്യസ്വാമികൾ എഴുതേണ്ട കാര്യമില്ല, ഇത് കേവലം ഒരു പ്രശംസാവാക്യമാണെങ്കിൽ അമ്മേ ഞാൻ അത് നമുക്ക് തന്നെ തോന്നും അല്ലെ, അമ്മേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറയുന്നതിൽ ഒരു മഹത്വം ഇല്ല. ഇവിടെ ആചാര്യസ്വാമികൾ അത്തരത്തിലൊരു വാക്കുകൊണ്ടുള്ള ഒരു പറച്ചിലല്ല സൂചിപ്പിച്ചിരിക്കുന്നത്, മറിച്ച് ആചാര്യസ്വാമികൾ ഹൃദയപൂർവ്വമുള്ള ഒരു പ്രണാമമാണ് അർപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ ശ്ലോകത്തിലൊക്കെ ഗുരുകുലമുപസൃത്യ എന്ന മനോഹരമായ ശ്ലോകത്തിൽ അമ്മയുടെ ഒരു സ്വപ്നത്തെയാണ് ആചാര്യസ്വാമികൾ സൂചിപ്പിക്കുന്നത്. അമ്മ സ്വപ്നത്തില് ഒരിക്കൽ ഞാൻ പഠിക്കുന്ന ശങ്കരാചാര്യൻ പഠിക്കുന്ന വിദ്യാലയത്തിൽ ഗുരുകുലത്തിൽ വന്നതായിട്ട് അമ്മ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അമ്മ കണ്ടത് ഞാൻ അന്ന് ആ ഗുരുകുലത്തിൽ സന്യാസി വേഷത്തിൽ നിൽക്കുന്നതായിട്ടാണ് അമ്മ സ്വപ്നം കണ്ടത്. അപ്പൊ എന്നെ സന്യാസി വേഷത്തിൽ ഗുരുകുലത്തിൽ കണ്ടിട്ട് അമ്മ പൊട്ടിക്കരഞ്ഞു. ഇതൊക്കെ സ്വപ്നത്തിലാണ്. അമ്മ സ്വപ്നത്തിൽ പൊട്ടിക്കരഞ്ഞു. അമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് അവിടുത്തെ ആചാര്യന്മാരും മറ്റു ഗുരുക്കന്മാരും ഒക്കെ വന്നു. അങ്ങനെ അമ്മ ആകെ വിവശയായി. ഇങ്ങനെ ഞാൻ സന്യസിക്കുമെന്ന് സ്വപ്നത്തിൽ കണ്ടിട്ട് വേദനിച്ച ആ അമ്മയാണ് ഈ ഗർഭപാത്രത്തിന്റെ വേദന എന്നൊക്കെ കവി സൂചിപ്പിച്ചതുപോലെ ഒരമ്മയുടെ ത്യാഗമാണ് വാസ്തവത്തിൽ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ആചാര്യസ്വാമികൾ. നമ്മൾ അങ്ങനെയൊന്നും ഒരിക്കലും കാണാറില്ല. നമ്മൾ ആചാര്യ പ്രൗഢിക്ക് പിന്നിൽ ഒരമ്മയുടെ ത്യാഗമൊന്നും പലപ്പോഴും സ്മരിക്കാറില്ല. വിവേകാനന്ദനെ സൃഷ്ടിച്ചത് ഒരു ഭുവനേശ്വരി ദേവിയുടെ ത്യാഗമാണ് എന്ന് നമ്മൾ പലപ്പോഴും സ്മരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ സ്വപ്നത്തെ സ്മരിക്കുന്നു. ആചാര്യസ്വാമികൾ മരണസമയത്ത് നദത്തം മാതസ്തേ മരണസമയേ തോയമപിവ ഈ ഭാഗത്തിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ സാമാന്യമായി ഇതിൻ്റെ ആശയം മനനം ചെയ്തുകൊണ്ട് ആചാര്യസ്മരണ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം ദൃഢമാകുന്നുവോ അത് സ്മരിക്കുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അമ്മയുടെ മരണസമയത്ത് എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. ഒരല്പം ജലം നൽകുവാൻ പോലും എനിക്ക് സാധിച്ചില്ല. അമ്മയ്ക്ക് തർപ്പണം ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. അമ്മയ്ക്ക് താരകമന്ത്രം ജപിച്ചുകൊണ്ട് അമ്മയെ സംസാര തരണം നിർവഹിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ നമുക്കൊക്കെ ഉറച്ചു വിശ്വസിക്കാം, ഒരു മഹാനായ പുത്രനെ ലോകത്തിന് കൊടുത്ത അമ്മയെ പ്രപഞ്ചശക്തികൾ തന്നെ മുകളിലേക്ക് ആ താരകമന്ത്രം ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടാവും. സാക്ഷാൽ ത്രിപുരസുന്ദരിയായ ദേവി തന്നെ വന്ന് താരകമന്ത്രം ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടാവും. കാശിയിലൊരു അനുഭവം ഇങ്ങനെ പറയുന്നുണ്ട്. കാശിയിൽ മണികർണികയിലൂടെ ശ്രീരാമകൃഷ്ണദേവന് ഏറ്റവും പ്രിയപ്പെട്ട ഇടമായിരുന്നു കാശി. അങ്ങനെ ശ്രീരാമകൃഷ്ണദേവനും ശിഷ്യന്മാരും കൂടി കാശിയിൽ നമ്മളൊക്കെ പോകുമ്പോൾ ബോട്ടിൽ ഇങ്ങനെ ഗംഗയിലൂടെ പോവാറില്ലേ, അങ്ങനെ ശ്രീരാമകൃഷ്ണദേവനും ശിഷ്യന്മാരും കൂടി ഈ ബോട്ട് യാത്ര കാശിയിലൂടെ ഗംഗയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മണികർണികയുടെ തീരത്തെത്തുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ആ ബോട്ടിൽ ഉറക്കെ ചിരിച്ചുകൊണ്ട് ദാ നോക്കൂ അമ്മ, അതാ നോക്കൂ അമ്മ, അതാ നോക്കൂ ഭഗവാൻ എന്ന് പറഞ്ഞുകൊണ്ട് രാമകൃഷ്ണദേവൻ ഭാവസമാധിയിൽ ലയിച്ചത്രേ മണികർണികയുടെ മുന്നിലെത്തിയപ്പോൾ. രാമകൃഷ്ണദേവൻ ആ അനുഭവത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാര് ചോദിച്ചു, എന്താണ് അങ്ങ് മണികർണികയുടെ മുന്നിൽ കണ്ടത്, എന്താണ് അങ്ങ് ഭാവാവസ്ഥയിലേക്ക് പോയത് എന്ന് ചോദിച്ചത്രേ. അപ്പോ രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഞാൻ നോക്കുമ്പോ കണ്ടത് അവിടെ ജീവിതത്തിന്റെ ശങ്കരാചാര്യസ്വാമികള് മണികർണികാഷ്ടകത്തില് ഈ മണികർണികയെ സ്തുതിച്ചിരിക്കുന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു വാക്കുണ്ട്. ആ വാക്ക് ജന്തോ പ്രയാണോത്സവേ എന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത്. ജന്തുക്കളുടെ പ്രയാണോത്സവം ആഘോഷിക്കുന്ന ഇടമാണ് മണികർണിക. മറ്റൊരു ലോകത്തേക്ക് അവർ
പ്രയാണം ചെയ്യുന്ന ഉത്സവവേദിയാണ് മണികർണിക എന്നാണ് ആചാര്യസ്വാമികൾ മണികർണിക അഷ്ടകത്തിൽ പറഞ്ഞത്. അങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ ഈ പ്രയാണോത്സവ സ്ഥലത്തുകൂടി പോകുമ്പോൾ രാമകൃഷ്ണദേവൻ കണ്ടത് അവിടെ ആ ദഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ദഹിപ്പിക്കാനായി എടുത്തു വച്ചിരിക്കുന്ന ശവശരീരത്തിൽ സാക്ഷാൽ കാശി വിശ്വനാഥൻ ആ ജീവന്റെ ചെവിയിൽ മഹാതാരകമന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും അമ്മ അവനെ സ്വീകരിക്കുവാനായി 2 കൈകളും വിടർത്തിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നതായി ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് രാമകൃഷ്ണദേവൻ ഭാവസമാധിയിലേക്ക് പോവുകയാണ്. അപ്പോ എനിക്ക് അമ്മയ്ക്ക് താരകമന്ത്രം ചൊല്ലിത്തരാൻ പോലും എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് ആചാര്യസ്വാമികൾ പറയുമ്പോൾ ആ അമ്മയുടെ ജീവിതം, ധന്യമായ അമ്മയുടെ ജീവിതം, ആ സമയത്ത് പ്രപഞ്ച മഹാശക്തി തന്നെ സാക്ഷാൽ ശ്രീപരമേശ്വരൻ തന്നെ വന്ന് അത് നിർവഹിച്ചു കൊടുത്തിരിക്കും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ മരണസമയത്ത് എനിക്ക് അമ്മയ്ക്ക് താരകമന്ത്രം ഉപദേശിച്ച് അമ്മയുടെ ചെവിയിൽ ചൊല്ലിത്തരാൻ പോലും സാധിച്ചില്ല. അതുകൊണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണേ എന്ന ഒരു ശ്ലോകമാണ് 3-ാമത്തേത്. 4-ാമത്തേത് ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ശ്ലോകം. മുക്താമണിസ്ത്വം, കുഞ്ഞേ നീ എൻ്റെ മുത്താണ്. നമ്മളൊക്കെ നമ്മുടെ അമ്മമാര് വിളിക്കുന്നത് പോലെ നീ എൻ്റെ കുഞ്ഞാണ്, നീ എൻ്റെ കൺമണിയാണ്, നീ എൻ്റെ രാജകുമാരനാണ് എന്നൊക്കെ എന്നെ വിളിച്ച് എന്നെ വളർത്തിയ ഈ അമ്മയുടെ അവസാനത്തെ അന്ത്യോദകം നൽകുവാൻ, അവസാനം അമ്മയുടെ നാവിൻ തുമ്പിൽ ഈ അരി സമർപ്പിക്കുവാൻ മാത്രമല്ലേ നമ്മെക്കൊണ്ട് സാധിക്കുള്ളൂ എന്നൊരു ഭാവത്തോടു കൂടിയിട്ടാണ് അമ്പേതി താതേതി അമ്മ മരണസമയത്ത് ഉച്ചത്തിൽ വിളിച്ച് ദേവന്മാരെ, പ്രസവ സമയത്ത് അമ്മ ദേവന്മാരെ ഉറക്ക വിളിച്ച് കരഞ്ഞു. ആ വേദന മുഴുവനും അനുഭവിച്ചുകൊണ്ട് അമ്മേ, അച്ഛ, ശിവനെ, കൃഷ്ണ, ഹരേ, മുകുന്ദ എന്നൊക്കെ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. ആ അമ്മയുടെ മുന്നിൽ, എന്നെ ഈ ഭൂമിയിലേക്ക് ആനയിച്ച ആ അമ്മയുടെ മുന്നിൽ ഈ മകന്റെ പ്രണാമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ആ മന്ത്രം, ആ ശ്ലോകം അവസാനിപ്പിക്കുന്നത്. ഞാൻ 1-ാമത്തെ ശ്ലോകം മാത്രമേ വിസ്തരിച്ചുള്ളൂ, ആ ശ്ലോകം മാത്രമേ ചൊല്ലിയുള്ളൂ. അതിന് കാരണം മറ്റെല്ലാ ശ്ലോകങ്ങളും അതിൻ്റെ ഭാവമായിട്ട് തന്നെയാണ്. ആചാര്യസ്വാമികളുടെ ഒരു ഹൃദയം തുളുമ്പുന്ന അനുഭവമാണ് മാതൃപഞ്ചകത്തിലൂടെ ആചാര്യസ്വാമികൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. എന്തായാലും ആചാര്യസ്വാമികളെ മാതൃപഞ്ചകമെന്ന ഈ ഹൃദയാനുഭവത്തിലൂടെ കാണുക. നാം ശങ്കരാചാര്യരുടെ ബുദ്ധിയെ കണ്ടിട്ടുള്ളൂ അല്ലെ? മഹർഷി അരവിന്ദൻ പോലും പറഞ്ഞത് ശങ്കരാചാര്യർക്ക് ബുദ്ധിയെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. നാം ആചാര്യസ്വാമികളുടെ പ്രൗഢിയെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇങ്ങേ അറ്റത്തിരുന്നു കൊണ്ട് ആ ജ്ഞാനപ്രൗഢിയിലേക്ക് കടന്നുപോയ പടവുകൾ ഓരോന്നും കാണുമ്പോൾ അതിൽ ആദ്യത്തെ പടവിൽ കൈപിടിച്ചു കയറ്റിയത് ആ അമ്മയായിരിക്കും. എന്തായാലും സംസാരം പിടിച്ചു വലിക്കുന്ന മുതലകളിൽ നിന്നും ഒരു മുതല എവിടേക്കോ പിടിച്ചു വലിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനെങ്കിലും നമുക്ക് സാധിച്ചാൽ ആ മുതലകൾക്ക് ഒന്ന് വിട്ടുകൊടുക്കണമെന്നെങ്കിലും കരുതി ജീവിക്കാൻ സാധിച്ചാൽ, നമ്മളൊക്കെ എപ്പോഴും വിചാരിക്കുന്നത് അത് തന്നെയാണ്, മുതലയെ തിരിച്ചറിയുകയും വേണം. നമ്മളൊക്കെ ഓരോ മുതലകളുമാണ്. നമ്മളെ പിടിച്ചിട്ടുണ്ട് മുതലാന്ന് മാത്രം വിചാരിക്കരുത്. നമ്മളൊക്കെ വൻ മുതലകളാണ്. നമ്മളൊക്കെ ആരെയൊക്കെയോ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പറക്കാൻ കൊതിക്കുന്ന ആരെയൊക്കെയോ ഇമോഷണൽ ബോണ്ടിങ് കൊണ്ട്, ഹണി ബോണ്ടുകൾ കൊണ്ട് നമ്മളൊക്കെ ആരൊക്കെയോ പിടിച്ചു വലിക്കുന്നുണ്ട്. മാതൃപഞ്ചകം ചൊല്ലുന്നത് നമ്മൾ പിടിച്ചു വെച്ചക്കണതിനെയും വിട്ടുകൊടുക്കാൻ വേണ്ടിയാവണം. അത് മകനെ ആവാം, ചെറുമകളെ ആവാം, ആരെയും ആകാം, മകളെ ആവാം, ആരെയും ആകാം. നമ്മൾ പിടിച്ചു വെച്ചതിനെ വിട്ടുകൊടുക്കാനും, അവര് ലോകത്തിന്റെ ഏതെങ്കിലും സന്യാസിയാവണമെന്ന് തന്നെ വിചാരിക്കേണ്ട, ലോകത്തിന്റെ ഏതെങ്കിലും ഒക്കെ ഭാഗത്ത് പോയി അവരവരുടെ കർമ്മം ചെയ്ത് ജീവിക്കട്ടെ, അവരവരുടെ ജീവിതങ്ങളിൽ ജീവിക്കട്ടെ. അതുകൊണ്ട് നാം പിടിച്ചു വച്ചതിനെ വിടാനും നമ്മെ പിടിച്ചതിനെ തിരിച്ചറിയാനും മാതൃപഞ്ചകത്തിന്റെ അനുസന്ധാനം നമ്മെ സഹായിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ പരശുരാമ ജയന്തി ദിവസം ആചാര്യസ്വാമികളുടെ മുന്നിൽ നിന്നുകൊണ്ട്
സ്വാമിയാർമാരുടെ അനുഗ്രഹമുള്ള ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് മാതൃപഞ്ചകം സാമാന്യമായി അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് മനനം ചെയ്യാൻ സാധിച്ചതിൽ, ഏറ്റവും സജ്ജനങ്ങളോടൊപ്പം മനനം ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഭഗവത്പാദരുടെ പാദങ്ങളിൽ വാക്കുകൾ സമർപ്പിക്കുന്നു. നമസ്കാരം.